അപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കട്ടെ ഗായ്സ്. ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. അതാണ് അടുത്തത്. എങ്ങനെയുണ്ട് ഓടിക്കൽ? എങ്ങനെയുണ്ട്? ഓക്കെ ആണോ? ശരിയാക്കി തരാം. വെൽക്കം ടു ന്യൂസിലാൻഡ് മല്ലു ഗൈസ്. ഇന്ന് നമ്മുടെ പരിപാടി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വൈക്കാട്ടോ റിവർ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. ന്യൂസിലാൻഡിലെ ഏറ്റവും ലോങ്ങസ്റ്റ് റിവറാണ് വൈക്കാട്ടോ റിവർ. വൈക്കാട്ടോ റിവറിൽ നമ്മൾ ഈ ബോട്ടും കൊണ്ട് പോയിട്ട് ഒത്തിരി കാലമായി. ഇന്ന് വൈക്കാട്ടോ റിവറിൽ കൂടെ കറങ്ങാനുള്ള പരിപാടിയാണ് ഗൈസ്. അപ്പോൾ കാണാൻ പറ്റും. നമ്മൾ ഏതാണ്ട് ഒരു കൊല്ലമായിട്ട് ഈ ബോട്ടൊന്ന് ഇറക്കിയിട്ട് വെള്ളത്തിൽ. അപ്പോൾ നമ്മളൊന്ന് സർവീസ് ചെയ്ത് കൊണ്ടുവന്നു. വണ്ടിയിലേക്ക് ഇവനെ ട്രെയിലർ ഹുക്ക് ചെയ്തിട്ടേക്കാണ്. അപ്പോൾ നമ്മൾ പതുക്കെ എല്ലാം സെറ്റാണ്, പെട്രോളൊക്കെ ഫുള്ളാണ്. അപ്പോൾ ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ചെയ്തു. അതിന് ശേഷം ഇവനെ നമ്മളൊന്ന് പൊക്കി വെക്കണം. അല്ലെങ്കിൽ എന്താ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവനെ അല്ലെങ്കിൽ റോഡിൽ അവൻ തട്ടും. അപ്പോൾ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഓൾവേസ് ഇങ്ങനെ ഒന്ന് പൊക്കി ഇതുണ്ടോ ഇങ്ങനെ ലോക്ക് ചെയ്ത് വെക്കണം. പിന്നെ ഈ ഫ്ലാഗും ഉണ്ടാവും കേട്ടോ. അല്ലെങ്കിൽ എന്താ സംഭവിക്കുക വെച്ചാൽ വേറെ വണ്ടി റൂളാണ് ഇങ്ങനത്തെ എന്തെങ്കിലും റിഫ്ലക്റ്റിംഗ് ഫ്ലാഗ് വണ്ടിയിൽ ഉണ്ടാവണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. ഞാനിതിലേക്ക് കയറട്ടെ ഗൈസ്. പിന്നെ എന്താ, നമ്മൾ ഓൾവേസ് ബോട്ടിൽ പോകുമ്പോൾ ലൈഫ് ജാക്കറ്റ് ഇട്ടിരിക്കണം കേട്ടോ. അപ്പോൾ ലൈഫ് ജാക്കറ്റ് 2-3 റെഡിയാണ്. പെട്രോൾ ടാങ്ക് ഫുള്ളാക്കിയിട്ടുണ്ട്. ഇത് 4 സീറ്റുള്ള ഒരു ബോട്ടാണ് കേട്ടോ. പഴയ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഈ സാധനം കണ്ടിട്ടുണ്ടാവും. ഓക്കെ, ഇവിടുത്തെ സംഭവം എന്ന് വെച്ചാൽ ഇത് ഡെപ്ത് ഫൈൻഡർ, അതുപോലെ തന്നെ ഫിഷ് ഫൈൻഡർ അങ്ങനെയൊക്കെ ഉണ്ട്. ഞാൻ എന്തായാലും മീൻ പിടിക്കാനൊന്നും ദൂരെയൊന്നും പോകാറില്ല കേട്ടോ. പിന്നെ നമ്മൾ കടലിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ കുടുങ്ങി കഴിഞ്ഞാൽ വാക്കി ടോക്കി ത്രൂ ഇവർ ഹെൽപ്പേഴ്സിനെയൊക്കെ വിളിക്കാനുള്ള സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ ആക്സിലേറ്റർ, സ്റ്റിയറിങ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ്. പിന്നെ എന്താണത് ഗൈസ്, അപ്പോൾ നമുക്ക് പതുക്കെ യാത്ര പോകാം. പിന്നെ എന്തായാലും നല്ല സണ്ണാണ്, ഇവിടുത്തെ സമ്മറാണ് കേട്ടോ ഇപ്പം. അപ്പോൾ എന്തായാലും സൺഷെയ്ഡ് പോലെ ഉണ്ട്. അതുള്ളത് കൊണ്ട് ഒരുവിധം നമുക്ക് അധികം വെയിൽ കൊള്ളാതെ ഓടിച്ചുകൊണ്ട് നടക്കാം. അല്ലെങ്കിൽ വെയിൽ കൊണ്ട് ഉരുകി പോകും ഗൈസ്. ശരിക്കും നമുക്ക് ന്യൂസിലാൻഡിൽ ഇപ്പം ബോട്ട് ഓടിക്കണം എന്നുണ്ടെങ്കിൽ ലൈസൻസ് ഒന്നും ഉണ്ട് കേട്ടോ. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട്. ലൈസൻസ് ഒന്നും ആവശ്യമില്ല. നമുക്ക് ഒരു കോമൺ നോളജ് ഉണ്ടാവണം ഇതിനെപ്പറ്റി എന്തൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാൽ കുറച്ചൊക്കെ വായിച്ച് പഠിച്ചു. പിന്നെ യൂട്യൂബ് വീഡിയോസൊക്കെ നോക്കി എങ്ങനെയാണ് അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസൊക്കെ ഒന്ന് പഠിച്ചു. പിന്നെ ഓൾവേസ് നമ്മൾ ഇത് ധരിച്ചിരിക്കണം. പിന്നെ ഇത് ഓടിക്കുന്ന ആളെ പറയുന്നത് സ്കിപ്പർ എന്നാട്ടോ പറയുക. സ്കിപ്പർ എന്നാണ് ബോട്ട് ഓടിക്കുന്നവരെ പറയുക നമ്മൾ. പിന്നെ നമ്മൾ ലൈസൻസ് വേണ്ട സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ബോട്ടിന് ലൈസൻസോ പരിപാടികളൊന്നും വേണ്ട. സർവീസ് ചെയ്തു, അത് സർവീസ് ചെയ്തുകൊണ്ട് നടക്കുന്നു. പിന്നെയുള്ളത് ഈ ട്രെയിലർ ഉണ്ടല്ലോ. ട്രെയിലർ എന്ന് പറഞ്ഞ സാധനം നമ്മൾ വാറണ്ട് ഓഫ് ഫിറ്റ്നസ്സും അതിന് ലൈസൻസ് വേണം. അതിനൊരു നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്, വണ്ടിയുടെ പോലെ തന്നെ നമ്പർ പ്ലേറ്റ് ഒക്കെ ഉണ്ട്. അത് രജിസ്ട്രേഷൻ ഉണ്ട്. ഇത് ഈ വർഷം ഇപ്പം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. ഈ വർഷം എൻഡോ വരെ അതിൻ്റെ ഇൻഷുറൻസ് ഉണ്ട്. $55 എങ്ങാണ്ടാണ് അതിന് രജിസ്ട്രേഷൻ ഫീ വന്നേക്കണം കേട്ടോ. അപ്പം ഇത് ഒരു വർഷത്തിൽ ഒരിക്കൽ കൊണ്ടുപോയിട്ട് ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് ഓതറൈസ്ഡ് പ്ലേസിൽ കൊണ്ടുപോയിട്ട് അവനെ ഒന്ന് വാറണ്ട് ഓഫ് ഫിറ്റ്നസ് ചെയ്യണം. അത് വണ്ടിയൊക്കെ ചെയ്യണം. 1 വർഷം കൂടി ചെയ്യണം. അതുപോലെ തന്നെ ഇവനെ ഒരു വാറണ്ട് ഓഫ് ഫിറ്റ്നസ് പാസ്സാവണം. എന്നാൽ മാത്രമേ റോഡിൽ കൂടെ ഓടിക്കാൻ പറ്റുള്ളൂ. അതുണ്ടെങ്കിലാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടുക. ഓക്കെ, അപ്പം അത് മാത്രമേ വണ്ടിക്ക് ഇതിന് ചെയ്യാനുള്ളൂ. ബാക്കി നമ്മൾ എന്താ വേണ്ടേ, നമ്മൾ ഒരു കോമൺ സെൻസ് ഉണ്ടായാൽ മതി ഇത് എങ്ങനെയാണ് ഓടിക്കുന്നത് ഉള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പുഴയിൽ പോയി കാണാം. പിന്നെ ഇത് പുഴയിൽ ഓടിക്കുമ്പം അമേരിക്കയിൽ ഓടിക്കുന്ന പോലെയാണ്. നമ്മൾ റോഡിൽ ഓടിക്കുന്ന പോലെ അല്ല ഓടിക്കുന്നത്. ലെഫ്റ്റ് സൈഡ് കൂടിയല്ല ഓടിക്കുന്നത്, റൈറ്റ് സൈഡ് കൂടിയാണ് ഓടിക്കേണ്ടത്. എപ്പോഴും ഓൾവേസ് ഓടിക്കേണ്ടത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ കാണാം ഗൈസ്. പിന്നെ ഈ ബോട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് നല്ല പഴക്കമുള്ള ബോട്ടാണ് കേട്ടോ. പക്ഷേ എനിക്ക് വേണം 1985-90 എങ്ങാണ്ട് ഒരു ബോട്ടാണിത്. പിന്നെ മോട്ടർ വലിയ പഴക്കമില്ല, ഒരു 5-6 വർഷം പഴക്കമുള്ളൂ. പിന്നെ ഈ മോട്ടറിന് അവേഴ്സാണ് പറയുക. അതൊരു 35 മണിക്കൂറാണ് ഓടിയിട്ടുള്ളൂ, 35-40 മണിക്കൂറുള്ളൂ. അതായത് ഫ്രഷ് മോട്ടറാണ്, കിലോമീറ്റർ അല്ല പറയണേ, അവേഴ്സാണ് പറയണേ. പിന്നെ ഇത് സൗത്ത് ഐലൻഡിൽ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബോട്ടാണ് കേട്ടോ. ഇത് വലിയൊരു ബോട്ടൊന്നും പറയാനല്ലോ കേട്ടോ. ഇതിൽ വലിയ ബോട്ടുള്ള മലയാളികളൊക്കെ ഇവിടെയുണ്ട്. ഇത് ഒരു ടൈനി തരിക്കട്ട സാധനം മാത്രമേ ഉള്ളൂ. നമുക്കിതൊക്കെ മതി. നമ്മളങ്ങനെ വെള്ളത്തിൽ പോകുന്ന താല്പര്യമുള്ള ആളുകളല്ലേ, ഇടയ്ക്കൊക്കെ പോകുന്നല്ലാതെ. ഞാൻ പറഞ്ഞില്ലേ, കഴിഞ്ഞ വർഷം ഒരു പ്രാവശ്യമാണ് പോയത്. വൈക്കാട്ടോ റിവറിൽ എത്തി ഗൈസ്. വൈക്കാട്ടോ റിവർ റാമ്പാണ്. റാമ്പിലേക്ക് ഇറക്കുകയാണ് നമ്മൾ. ശരിക്കും ഇറക്കാന്നുള്ളത് ഈ റിവേഴ്സ് വണ്ടി ട്രെയിലർ വെച്ചെടുക്കൽ ഒട്ടും എളുപ്പമല്ല കേട്ടോ. കാരണം വെച്ചാൽ നമ്മൾ അങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് പോകും, ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അങ്ങോട്ടോ നമ്മൾ നേരെ തിരിക്കുന്നതിന് ഓപ്പോസിറ്റാണ് പോവുക. ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള പരിപാടിയാണ്.
നല്ല എക്സ്പെർട്ടായിരിക്കണം. കുറച്ച് മാറി നിന്നോളൂ. ടയർ നോക്കണേ, കുറച്ച് മാറിയുന്നേ. ആ, നമ്മളങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടൊരു വീട് കാണാം അല്ലേ. നല്ല സമ്മറാണ് കേട്ടോ. സമ്മർ ആയതുകൊണ്ട് വെള്ളം വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ താഴോട്ട് ഓടിക്കാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മുകളിലോട്ടാണ്, ടോപ്പും ഒക്കെ മുകളിലോട്ടാണ് കേട്ടോ. കുറച്ച് ഇവിടെ നല്ല ഹാർഡാണ് ഗായ്സ് ഓടിക്കൽ എന്ന് പറഞ്ഞാലേ. നല്ല പാടാണ്. എന്താ വണ്ടി അങ്ങോട്ട് എസ് പോലെ വേണം. ഇങ്ങനെ പോകുന്നു. ഓക്കെ കുട്ടിയാ ഇങ്ങോട്ട് കഴിച്ചോ. ആ, കുറച്ചൊന്ന് മുമ്പോട്ട് കേട്ടോ. നല്ല പണിയാണ്. സ്ട്രൈറ്റ് ആക്കിയിട്ടേ. അങ്ങനെ വീല് താഴോട്ടിറങ്ങണം. ബോട്ട് ശരിക്കും വെള്ളത്തിലേക്ക് മുങ്ങണം. അതിനു മുമ്പ് നമുക്ക് വേറെ കുറച്ച് പരിപാടിയുണ്ട്, അതും കൂടെ കാണിച്ചു തരാം ഞാൻ. ഓക്കെ, നമുക്ക് കുറച്ച് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇവിടെ ഒരു വെള്ളം ഡ്രെയിൻ ചെയ്യണ 2 പ്ലഗ് ഉണ്ട്. ആ പ്ലഗൊക്കെ ഇട്ടിട്ടുണ്ടോ നോക്കണം. അല്ലെങ്കിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ ഈ പ്ലഗ് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് ഈ ഫ്ലോറിൽ വരുന്ന വെള്ളമെല്ലാം കയറിയാൽ അത് ഒഴുകി പോകാനും, പിന്നെ വെള്ളം ഇതിൻ്റെ അടിയിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ കയറാതിരിക്കാനുള്ളതാണ്. കയറി കഴിഞ്ഞാൽ ഒഴുകി പോകാനുള്ളതാണ്. അപ്പം നമ്മൾ വെള്ളത്തിലേക്ക് ഇറങ്ങുമ്പോൾ ഇത് രണ്ടും പ്ലഗ് അടച്ചിട്ടുണ്ടാവണം. വണ്ടി ബോട്ട് അതിൽ നിന്ന് കയറി വരുമ്പോൾ നമ്മൾ എടുത്ത് മാറ്റണം. പിന്നെ മാറ്റേണ്ടത് ഈ സാധനം എടുത്ത് കളയണം, അല്ലെങ്കിൽ പ്രൊപ്പല്ലറൊക്കെ കുടുങ്ങി ആകെ പണിയാവും. അപ്പം അങ്ങ് ദൂരെ ഒരു ബോട്ട് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ഒരു നല്ല അടിപൊളി ബോട്ട് വരുന്നുണ്ട്. അങ്ങ് ദൂരെ നിന്നൊരു ബോട്ട് വരുന്നുണ്ട്, ഒരു വൈറ്റ് ബോട്ട് നല്ല സ്റ്റൈലായിട്ട് വരുന്നുണ്ട്. ഇവിടെ ശരിക്കും എന്ന് പറഞ്ഞാൽ സ്പീഡ് കുറയ്ക്കണം. 5 knots എന്ന് പറഞ്ഞ സ്പീഡിൽ ഓടിക്കാവുള്ളൂ. അപ്പോൾ സ്പീഡ് കുറച്ചിട്ടുണ്ട് അവർ. അതെന്ന് വെച്ചാൽ ഇവിടുന്ന് ആളുകൾ കയറി ഇറങ്ങും ചെയ്യുന്നതാണ്. അപ്പോൾ ഓളം അടിക്കാൻ പാടില്ല. അതിന് വേണ്ടിയിട്ടാണ് സ്പീഡ് കുറയ്ക്കുന്നത്. നമ്മുടെ ബോട്ടിനേക്കാളും കുറച്ചും കൂടെ നല്ല ബോട്ടാണ് കേട്ടോ. അത് സ്റ്റൈലും ബോട്ടാണ്. ഹേ ഗൈസ്, ഓക്കെ, അപ്പോൾ നമുക്ക് ഇറക്കാൻ നോക്കാം. സേറ, ഇഷ, ഹൗ ആർ യു? ഫോണൊക്കെ എടുത്തോ അപ്പോഴൊക്കെ? ഓക്കെ, അപ്പോഴേക്കും കൂടെ എടുക്കുക. അപ്പോൾ അതവിടെ ഇറക്കട്ടെ കേട്ടോ. അപ്പോൾ ഈ സാധനം ഇറക്കി നമ്മൾ ഏതാണ്ട് മാക്സിമം അങ്ങോട്ട് ഇറക്കും. വെള്ളത്തിലേക്ക് ഇറക്കിയിട്ട് നേരെ ഒരു നോക്കട്ടെ എങ്ങനെയാണ് വേറൊരു ടൈപ്പ് ഓഫ് ഇറക്കൽ നമ്മൾ ട്രൈ ചെയ്യുന്നത് ഇപ്രാവശ്യം. ഓളം അടിക്കണം കേട്ടോ മറ്റേ ബോട്ടിൻ്റെ. അപ്പോൾ വെള്ളത്തിലേക്ക് ഇറക്കട്ടെ ഗായ്സ്. ഓളം നല്ലോണം അടിക്കുന്നുണ്ട് മറ്റേ ബോട്ട് പോയിട്ട്. ഇഷ കാണാമോ? ഇഷ മറ്റേ ആ ഡിപ്പിലേക്ക് പോയോ? ഡിപ്പെത്തിയോ? ആണോ? ഓക്കെ. അവിടെ എന്താ വെച്ചാൽ ഇവിടെ ഈ കോൺക്രീറ്റ് ഉണ്ടല്ലോ, ഈ കോൺക്രീറ്റ് പോയി തീരുന്നൊരു സ്ഥലമുണ്ട്. കോൺക്രീറ്റ് പോയി തീരുകയാണ്. അപ്പോൾ അത്ര കൊണ്ടുപോകാനുള്ളൂ നമ്മൾ. അതിലപ്പുറം പോകാൻ പാടില്ല. അപ്പുറം പോയി കഴിഞ്ഞാൽ പണിയാവും. ഓക്കെ, അപ്പം ഇനി ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് നമ്മൾ ഡിറ്റാച്ച് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. ആദ്യം നമ്മളുണ്ടല്ലോ ഇവിടെ ഒരു ചെയിനുണ്ട്. ആ ചെയിനൊന്ന് അഴിക്കണം. ആ ചെയിനാണ് ആദ്യം അഴിക്കേണ്ടത്. പിന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പലപ്പോഴും ഞാൻ ചില വീഡിയോയിൽ കണ്ടിട്ടുണ്ട്, ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യും അറിയാതെ. കുറേ കാലം കൂടിയൊക്കെ ഓടിക്കും മറന്നു പോകും. ഈ വണ്ടിയിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മുഴുവനായിട്ട് ട്രെയിലറോടെ ബോട്ടങ്ങ് പോകും, പണിയായി പോകും. അപ്പോൾ നമ്മൾ എനിക്ക് ഒരു പ്രാവശ്യം പറ്റിയത് അഴിച്ച് വിട്ടില്ല ഞാൻ, അഴിക്കാൻ പോയി ഞാൻ. ഇനി നമ്മളിങ്ങനെ പതുക്കെ ഈ ബോട്ട് മാത്രം ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്ത് ട്രെയിലറോടെ ബാക്ക് അവിടെ കൊണ്ടിടാനുള്ള പരിപാടിയാണ് കേട്ടോ. പിടിച്ചേ. ഇനി എന്താ ഉള്ളത്? ഇവിടെ ഒരു കയറ് കെട്ടിയിട്ടുണ്ട്, ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട്. ആ കയറൊന്ന് അഴിക്കട്ടെ ഞാൻ. പക്ഷേ കുറച്ച് ഇൻട്രോട്ടൊന്നും ഇടാം. ഇതിനെ അയച്ചിട്ട് എന്തെന്ന് വെച്ചാൽ അതൊക്കെയാണ് പരിപാടി ഗൈസ്. ഇപ്പോൾ ട്രെയിലറെ തിരിച്ചവിടെ കൊണ്ടുവരണം. ഇപ്പോൾ ട്രെയിലറാണ് റോട്ടിൽ ഓടുന്നത്. അതുകൊണ്ട് ട്രെയിലറാണ് നമ്മൾ ഓൾവേസ് വാറണ്ട് ഓഫ് ഫിറ്റ്നസും പരിപാടിയൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. അങ്ങനെ ഇത് കഴിഞ്ഞു. ഇത് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്കെല്ലാം കൊച്ചു പിടിച്ചോണ്ടിരുന്നുള്ളൂ. ഇനി നമ്മൾ അതൊക്കെ ഓക്കെ. ഇനി വേണേൽ പതുക്കെ ഇവനെ ഞങ്ങൾ ഓടിച്ച് കൊണ്ടുപോകുന്നുള്ളൂ. ഇത് കണ്ടോ, ഡിറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ, സാധാരണയാണെന്ന് വെച്ചാൽ ഉന്തി അങ്ങോട്ട് ഇട്ടിട്ട് കൊച്ചിനെ കൊണ്ട് അവിടെ പിടിപ്പിക്കുകയാണ് ചെയ്യണത്. ഇത്രയാണ് ഞാൻ ഉദ്ദേശിക്കണേ. ഇതിനുള്ളിൽ കയറി ഇരുന്നിട്ട് ഞാൻ തന്നെ ഓടിച്ച് പുറകോട്ട് കൊണ്ടുപോയാലോ എന്ന് വിചാരിക്കുക. ഒന്ന് നോക്കട്ടെ കേട്ടോ, പറ്റുമോ നോക്കട്ടെ. ഓക്കെ, ഞാൻ വിചാരിച്ച പോലെ ഞാനേ മറ്റേ കയറി ഇരുന്നിട്ട് ഓടിക്കണ പരിപാടി വേണ്ടാന്ന് വെച്ചാൽ, ഞാൻ ഇങ്ങനെ തന്നെ സാധാരണ ചെയ്യണ പോലെ തന്നെ ഇതാണ് ഞാൻ യൂഷ്വലി ചെയ്യണ പരിപാടി. ഇപ്പം ഇവിടെ എക്സ്പേർട്സ് ഒന്നും ചെയ്യണം ഇങ്ങനെയല്ല കേട്ടോ. ഇവരെ ഓടിച്ച് തന്നെ ഇറക്കും അങ്ങോട്ട്. നോക്കട്ടെ.
ഇത് മതി അല്ലേ? ഇനി വണ്ടി മുകളിലോട്ടായാലും മതി. Up it is stuck on that side. Over there. ആണോ? ആ ഇത് വാവയൊന്ന് പിടിച്ചേ. ഇനി കയറ് പിടിച്ചോ. ഇനി ഞാൻ ഉദ്ദേശിക്കണേ വെറുതെ വണ്ടി മുമ്പോട്ടൊന്ന് എടുത്തു നോക്കട്ടെ, സംഭവിക്കാൻ നോക്കാം. ഓക്കെ. ആ വണ്ടി ഞാൻ എടുക്കാൻ നോക്കി ഗൈസ്, പറ്റുന്നില്ല ഗൈസ്. ബോട്ട് കയറ് ഒന്നും കൂടെ പുഷ് ചെയ്ത് അങ്ങോട്ട് പോട്ടെ. പുഷ് ചെയ്യണം ഗൈസ്. അങ്ങനെ സംഭവം വെള്ളത്തിലേക്ക് ഇറങ്ങി ഗൈസ്. ഇനി ഞാൻ ചെയ്യുന്നത് എന്നാ വെച്ചാൽ അയ്യോ ഇതാ ഓക്കെ. ഇഷ അങ്ങോട്ട് നോക്കി, കുറച്ച് അങ്ങോട്ട് നോക്കി, ദൂരോട്ട് പോകാം. വിട്ടോ അങ്ങോട്ട് പോകാം, ദൂരോട്ട് നോക്കി. എന്നാ ഇഷ എങ്ങനെ പിടിച്ചോണ്ട് നിന്നോ. ഇനി ഞാൻ കൊണ്ടുപോയിട്ട് ട്രെയിലർ കൊണ്ടുപോയിട്ടെ ഗൈസ്. ഇത് ആദ്യമായിട്ട് ഇത് 1 കൊല്ലമായി സംഭവം ചെയ്തിട്ട്. അപ്പോൾ പല കാര്യങ്ങളും നമ്മൾ മറന്നുപോയി. ഇനി കൊച്ചവിടെ ബോട്ടും പിടിച്ച് നിൽക്കട്ടെ. ഇങ്ങനെയുണ്ട്. ആദ്യം അങ്ങോട്ട് വരണ്ട ഇഷ കേട്ടോ. അപ്പോൾ ഇപ്പോൾ വരാം കേട്ടോ. നമ്മളങ്ങനെ വന്ന വഴിക്ക് ഇവിടെ കയറ്റിയിട്ടേക്കാണ് ട്രെയിലർ. സംഭവം അവിടെ കിടന്നോളും. ഓക്കെ, ഇനി നമുക്ക് പോകാം ഗൈസ്. ഇനി പോയിട്ടേ നമുക്ക് കൊച്ചു ബോട്ടും പിടിച്ച് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് വൈക്കാട്ടൂർ റിവർ എക്സ്പ്ലോർ ചെയ്യാം. അവിടെ ഒരു വീട് കണ്ടോ ഗൈസ്, എന്താ രസം നോക്കി. അതൊരു എനിക്ക് തോന്നുന്നത് ഒരു 4-5 മില്യനെങ്കിലും വില വരും കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര സൈസ് വീടാണ്, ഡബിൾ സ്റ്റോറിയാണ്, ഫുൾ വ്യൂ കടലിലേക്കാണ്. ഒരു എന്താ പറയുക, പിന്നെ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ലൊക്കേഷനിലാണ് ആ വീട് നിൽക്കുന്നത്. ടംബാരി എന്ന് പറഞ്ഞ ലൊക്കേഷനാണ്. ഓക്കെ, നമ്മൾ ശരിക്കും കടലിലൊന്നും ഈ ബോട്ട് കൊണ്ട് പോകാറില്ല കേട്ടോ. നമ്മളാകെ പോകുന്ന എവിടെയാണെന്ന് വെച്ചാൽ ഈ പുഴ അടുത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തായതുകൊണ്ട് നമ്മൾ ഈ ബോട്ട് മേടിച്ചു. അധികം വിലയൊന്നും ഇല്ലാത്ത ബോട്ടാണ് കേട്ടോ ഇത്. എന്താ ഭയങ്കര എക്സ്പെൻസീവ് ആയുള്ള, ഞാൻ പറഞ്ഞല്ലോ, മലയാളികൾക്കൊക്കെ ബോട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഈ പുഴയിൽ ഓടിക്കാൻ മാത്രമുള്ളൊരു ബോട്ടാണ്. എൻ്റെ ഒരു ഹെൽപ്പർ സ്കിപ്പറാണ് കേട്ടോ ഈ കാണുന്നത്. ഇഷയ്ക്ക് ഇഷ്ടമാണ് ഇടയ്ക്ക് പോണത്. എന്നാ അപ്പേ ആണോ? അടിക്കണ്ടോ? ഫോൺ അടിക്കണ്ടോ? ആരോ അത് പോന്നാലേ വാ. ഇഷ വന്ന് കയറിക്കേ. അങ്ങോട്ട് ഇരണ്ട. ഓക്കെ, പതുക്കെ ഞങ്ങൾ പോകാനുള്ള പരിപാടി നോക്കട്ടെ ഗൈസ്. അടിപൊളിയല്ലേ ഗൈസ്? അടിപൊളിയാണ്. കയറിക്കോ. വാ കയറിക്കോ. എന്നിട്ട് ആ ഫോൺ എടുത്തോ. ഇനി നമ്മൾ ഈ മോട്ടർ താത്തണം ഗൈസ്. മോട്ടർ താത്തണം. Did you take the orange thing off? Did you take the orange? ഇനി ഒന്ന് സ്റ്റാർട്ട് ചെയ്യട്ടെ ഞാൻ. കുഴപ്പമില്ല, സ്റ്റാർട്ടായിക്കോളൂ. വയർ മുഴുവൻ എടുത്തടാ. ആ സാധനം എടുത്തേ. പിന്നെ മറ്റേ ഡീപ് ഫൈൻ സാധനം അല്ല വാവ ഇതിട്ടേ. നിൽക്ക്. ആദ്യം നമ്മൾ ചെയ്യേണ്ട സംഭവം എന്താ പറയുക ഗൈസ്? അല്ല അത്യാവശ്യമായിട്ട് ഇതാണ് ഇമ്പോർട്ടൻറ്റ് തിങ്. നമ്മൾ ഇത് എഴുതാതെ നമ്മൾ ഒരിക്കലും ഇതിട്ടിട്ട് മതി ബാക്കി എല്ലാ പരിപാടിയും നമുക്ക്. അതിനൊപ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ടായി. നല്ല ആക്സിലേറ്റർ കൊടുത്തിരിക്കുകയാണ്. കൊള്ളാം. ഇതിൻ്റെ മുകളിൽ കൂടെ വെള്ളം വരുന്നുണ്ടോ വയസ്സ്? അങ്ങനെ വരണം കേട്ടോ. ഇങ്ങനെ വെള്ളം എടുത്ത് അതിൽ വരണം. അപ്പോഴാണ് പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓൾവേസ് പിള്ളേരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ഓൾവേസ് ഈ സാധനം ഇട്ടേക്കണം. കീ ഭദ്രമായിട്ട് ഇവിടെ വെച്ചേക്കട്ടെ. ഞങ്ങൾ കുറച്ച് കുടിക്കാൻ വെള്ളവും പരിപാടിയൊക്കെ കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ വൈക്കാട്ടൂർ റിവർ എക്സ്പ്ലോർ ചെയ്യാനുള്ള പരിപാടിയാണ് ഗായ്സ്. പിന്നെ 2-3 വേറെ എന്താണ് സംഭവങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. ഇഷ വേണമെങ്കിൽ ഓടിച്ചു. ഓഫായി പോയി. എന്ത് പറ്റി? അങ്ങനെ കുറേ കാലം കൂടി മോളാണ് സാധനം ഓടിച്ചു തുടങ്ങുന്നത് കേട്ടോ. ഫസ്റ്റ് അങ്ങനെ അവൾ ഓടിച്ചു തുടങ്ങുകയാണ് ഗൈസ്. അതൊക്കെ ഓടിക്കട്ടെ. എന്നിട്ട് സെറ്റ് ചെയ്യാണ്ട് കുറച്ച് കാര്യങ്ങൾ. കൊള്ളാല്ലേ? അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി ഈ വൈക്കാട്ടൂർ റിവർ എക്സ്പ്ലോർ ചെയ്യുന്ന വീഡിയോ അടുത്ത വീഡിയോ ആയിട്ട് വരും. അപ്പോൾ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരോടും ഞാനൊരു ബൈ പറയാണ്. മോൾ അവിടെ നിന്ന് സാധനം ഓടിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇഷ എങ്ങനെയുണ്ട്? ഓടിക്കൽ എങ്ങനെയുണ്ട്? ഓക്കെ ആണോ?
ആ ശരിയാക്കി തരാം എല്ലാം ശരിയാക്കണം സെറ്റ് ചെയ്യേണ്ടത് ഹൈറ്റൊക്കെ സെറ്റ് ചെയ്യണം അപ്പോഴാണ് ഇതിൻ്റെ ക്വസ്റ്റ്യനൊക്കെ ശരിയാവുക അപ്പോൾ ബൈ ഫ്രം ന്യൂസിലാൻഡ് മല്ലു ഗായ്സ്